കയ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം കൊടുത്ത ശാപം ദൈവം പറഞ്ഞു, നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. അപ്പോൾ ഇവിടെയാണ് ഈ ഭൂമിയിൽ 100 മേനി വിളയേണ്ടത് 20, 10, 30 മാറ്റപ്പെട്ടത്. ആദമിന്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. അവർക്ക് സമൃദ്ധമായിരിക്കുന്ന ഒരു ഫലം അവക്കുണ്ടായിരുന്നു. അവർ തൊടുന്നത് അത് ഫലവത്താക്കി. അന്ന് മഴ പെയ്തിട്ടല്ല ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി. അതാണ് ഭൂമിയെ ഫലവത്താക്കി മാറ്റിയത്. ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ എത്രമാത്രം ഫലഭൂയിഷ്ടമായിരുന്നു ഒരു ഭൂമി, അതേ വിധത്തിൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭൂമിക്ക് മാറ്റങ്ങൾ കടന്നു വരുവാൻ പോകുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അത്രയും പ്രകാശമുണ്ടെങ്കിലും അതിനനുസരണമായി ഇന്നത്തെ ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കുന്ന ചൂടിൻ്റെതായിരിക്കുന്ന ആധിക്യമോ ഹ്യൂമിഡിറ്റി ഒന്നും അവിടെ കാണത്തില്ല. ദൈവം വളരെ മനോഹരമായിട്ടായിരിക്കും ആ ഭൂമിയെ ദൈവമാക്കി വെക്കുവാൻ പോകുന്നത്. സകല തേജസ്സിനും മീതെ ഒരു വിധാനം. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാമെങ്കിൽ, ഞാൻ ആദ്യം ആദം പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ഭൂമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ മുമ്പുള്ള ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട ഒരു ഭൂമി. ആ ഭൂമിയിൽ ദൈവം ആദ്യം ചെയ്തത് വെള്ളവും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വാസ്തവത്തിൽ സൂര്യൻ പ്രകാശം കൊടുക്കുമ്പോൾ, ചന്ദ്രൻ പ്രകാശം കൊടുക്കുമ്പോൾ, സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആ പ്രകാശം കടന്നു വരുന്നതിന് മുമ്പ് അതെ ഭംഗിയായിട്ട് ഒന്ന് ശുദ്ധീകരിച്ചിട്ടാ ഇങ്ങോട്ട് താഴോട്ട് വിട്ടത്.